ഹായ് ഹലോ SRP ദി മല്ലുവിന്റെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ കേസ് ഒരു മിഡ് വീക്ക് എവിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ടാസ്ക് ആയിരുന്നു വ്യാഴാഴ്ച ദിവസം വരെയാണ്, തിങ്കൾ മുതൽ വ്യാഴം വരെ എന്നാണ് അത് പറഞ്ഞത്. അപ്പോൾ ചൊവ്വ ബുധൻ വ്യാഴം. അപ്പോൾ ഇന്നലെ വ്യാഴാഴ്ചത്തെ ടാസ്ക് എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മളെ മിഡ് വീക്ക് എവിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. അത് സത്യത്തിൽ ഒരു എവിക്ഷൻ അല്ല, അതൊരു ഡാർക്ക് റൂം പരിപാടിയാണ്. അപ്പോൾ അതായത് ഇവരെ ഇവിടുന്ന് ഇതിനകത്ത് ആരാണ് എവിക്റ്റ് ആവുന്നത്, ഇവരെ ഒരു ഡാർക്ക് റൂമിൽ കൊണ്ടുപോകും. അത് പണിഷ്മെന്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് എന്താണ് സംഭവം ഒന്നും അറിയത്തില്ല. പിന്നീട് ഇവരെ കാണിക്കുകയോ ഇല്ല, നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും എവിക്ഷൻ അല്ല, ഇവർ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫാക്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ ഇപ്പം ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല, ഈ ബിഗ് ബോസിനെ ബേസ് ചെയ്തിട്ട് പറയണതാണ്. പക്ഷേ നമ്മുടെ ഒരാളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മൾ സാധിക്കും, നമ്മളതിൽ വിജയിക്കും, നമുക്ക് ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ്, എന്ത് വന്നാലും തോൽക്കില്ല എന്നുള്ള ഒരു ഉറച്ച മനോഭാവം എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം നിങ്ങൾ ബിഗ് ബോസ് കാണാറില്ലെങ്കിൽ കണ്ടു തുടങ്ങിക്കോ. അതിനകത്ത് അനീഷിനെ ശ്രദ്ധിച്ചോളൂ. പുള്ളിക്കാരൻ ഇറിറ്റേറ്റീവാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ട് അവരെയൊക്കെ നിന്ന കാര്യങ്ങളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പെട്ടെന്നൊക്കെ മാറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും, നമുക്കിങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും ഒക്കെയാണ്. പക്ഷേ പുള്ളിയുടെ ഒരു കോൺഫിഡൻസിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതായത് ഈ ഒരു ടാസ്ക് നടക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞാണ്, അത് ചുമ്മാ പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. അതായത് 6 പേരുണ്ട് മിഡ് വീക്ക് എവിക്ഷനിൽ വന്നവർ. അപ്പോൾ 6 പേർക്ക് 2 സഹായികളെ വെച്ച് വിളിക്കാം. ആ സഹായികൾ അവർക്ക് വേണ്ടി ഗെയിം കളിക്കും. അവർ പെർഫോം ചെയ്യുന്നതനുസരിച്ച് ഇവർക്ക് പോയിന്റ് കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആയിരുന്നു നമ്മുടെ അനീഷിനുണ്ടായിരുന്നത്. അനീഷായിരുന്നു ഏറ്റവും ലോയിൽ നിന്നത്. ശാരിക, അനീഷ്, ഇവർ 2 പേരാണ് നിന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ സഹായികളുടെ ഗെയിമെല്ലാം കഴിഞ്ഞു. അപ്പം ഇന്നൊരു അടിപൊളി ടാസ്ക് ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറയുമ്പോൾ ബിഗ് ബോസിൽ ഇന്നലെ നടന്ന കാര്യമാണ്, ഇന്നാണ് നമ്മൾ ലൈവ് കാണുന്നത്. അപ്പോൾ അതൊരു കിടിലൻ ടാസ്ക് ആയിരുന്നു. ഇവർക്ക് കുറച്ച് പാട്ടുകൾ കൊടുത്തിട്ട് എല്ലാ ടീമിൻ്റെ സഹായികൾക്ക്, ഹെൽപ്പേഴ്സ് ഉണ്ടല്ലോ, അവരെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ 6 പേരാണ് ജഡ്ജായിട്ടിരിക്കുകയുള്ളത്. ഈ എവിക്ഷനിലുള്ള 6 പേര് എന്തൊക്കെ മണ്ടത്തരങ്ങൾ തീരുമാനമാണ് ബിഗ് ബോസ് കാണിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇവരെ തന്നെ ജഡ്ജായിട്ടിരുത്തിട്ട് ഇവരുടെ ടീമിൻ്റെ പെർഫോമൻസിന് ഇവർ മാർക്ക് ഇടുക. അപ്പോൾ എല്ലാവരും സ്വന്തം ടീമിലെ പെർഫോം ചെയ്ത് പറ്റുമെന്ന് പറയുള്ളൂ. എനിവേ, അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പം കുറച്ച് പാട്ടുകൾ എഴുതി കൊടുത്തിട്ട് ഈ പാട്ടുകൾ പഠിച്ച് വരികളെല്ലാം കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പഠിച്ച് പെർഫോം ചെയ്യുക. പിന്നെ അവിടെ ബിഗ് ബോസ് പറഞ്ഞ കാര്യം, ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, മിമിക്രി ചെയ്യാം, സ്കിറ്റ് ചെയ്യാം. എന്താ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവിടുത്തെ ഒരു സംഭവം. ആ നിലയിൽ നോക്കുകയാണെങ്കിൽ അവിടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത് ശരത്തും ഡോക്ടർ ബിന്നിയും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ശൈത്യ, ആദില നൂറയിലെ നൂറ. അപ്പോൾ ഇവർ കളിച്ചത് ആദില നൂറയും ശൈത്യയും പെർഫോം ചെയ്തത് അനീഷിന് വേണ്ടിയായിരുന്നു. ശരത്തിന്റെ ടീം, അതായത് റന ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ടാണ് ശരത്തിന്റെ ടീം കളിച്ചത്. അപ്പോൾ അങ്ങനെ കുറെ എല്ലാവരും കളിച്ചത്. മികച്ച അക്ബറും അനുമോളും കളിച്ചു. അക്ബർ നല്ല രീതിയിൽ പാട്ട് പാടി, അനുമോൾ ഡാൻസ് കളിച്ചു. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്കത് തീരെ ഇഷ്ടപ്പെടാത്തൊരു ആര്യൻ്റെയും ജിസേലിൻ്റെയും പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വലുതായിട്ട് സൂചിച്ചില്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ബിഗ് ബോസ് പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ്, അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് അവിടെ ഉദ്ദേശിച്ചത്. ആ രീതിയിൽ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചവർ, എടുത്തു പറയേണ്ട പേര് നെവിൻ ഷാനവാസ്, അവർ അടിപൊളിയായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് നെവിൻ്റെ മാനറസും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. രേണു സുധിക്ക് വേണ്ടിയിട്ടാണ് അവർ പെർഫോം ചെയ്തത്. എനിവേ, അപ്പോൾ അവരുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു. എൻ്റെ ഒരു കൺസെപ്റ്റിൽ അവിടെ ഒരു പോയിന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ശരത്തിനും ഡോക്ടർ ബിന്നിക്കും ഒരു ഫസ്റ്റ് പോയിന്റ് കൊടുക്കാം, നമ്മുടെ അനീഷിന് വേണ്ടി പെർഫോം ചെയ്തവർക്ക് സെക്കൻഡ് കൊടുക്കാം, അക്ബറിന് തേർഡ് കൊടുക്കാം, നെവിന് 3rd കൊടുക്കാം. എനിവേ, ആ ഒരു ഇതായിരുന്നു. ഇതിലൊന്നും യോഗ്യതയില്ലാത്തവരൊക്കെയാണ് ഇവർ ഫസ്റ്റ് കൊടുത്തു, സെക്കൻഡ് കൊടുത്തു. അനീഷിനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്തി ലാസ്റ്റ് 5 ആക്കി. മൊത്തം 6 പേരുണ്ട്. 6ാം സ്ഥാനത്ത് ശാരികയുടെ ടീം. അത് വെച്ചാൽ അവർ എഴുതി കൊടുക്കാത്ത ഒരു പാട്ട് അവിടെ നമ്മുടെ ബിൻസി കയറി പാടി, ഒരു മാപ്പിള പാട്ടെന്ന രീതിയിലോ അങ്ങനെ എന്തോ ഒരു സംഭവ രീതിയിൽ പാടി, ഒപ്പനയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ സംഭവം അതുകൊണ്ട് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അപ്പോൾ അവർ ഇതിന് പുറത്തായി. അവർ ഈ ഒരു ടാസ്കിൽ നിന്ന് അവർ ഇല്ല. അപ്പോൾ ബാക്കി 5 പേരിൽ 5ാം സ്ഥാനമാണ് അനീഷിൻ്റെ ടീമിന് കൊടുത്തത്. അതവിടെ ഭയങ്കരമായിട്ട് അനീഷ് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കി, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞ ആ പോയിന്റിലോട്ടാണ് ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ എന്നുള്ളത്. അപ്പം അത് സംഭവിച്ചപ്പം അത് നല്ല രീതിയിൽ അവർക്ക് വേണ്ടി അനീഷിന് വേണ്ടി പെർഫോം ചെയ്ത ആദില നൂറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ശൈത്യയ്ക്കും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി. ആദില നൂറയ്ക്കും ഭയങ്കര വിഷമമുണ്ടാക്കി. കാര്യം അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എന്നിട്ടും അവർ 5ാം സ്ഥാനം. അതിന് ഇവരെ പെർഫോമൻസ് ചെയ്തു അവരെല്ലാവരും ചിരിച്ചു, കൈയടിച്ചു. അത്ര നല്ലൊരു സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. അപ്പോൾ അവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, അനീഷിന് വേണ്ടിയിട്ടാണ് ഇവർ വന്നത്, അനീഷിനെ പ്രതിനിധീകരിച്ചാണ് ഇവർ വന്നത്. അതുകൊണ്ട് മാത്രമാണ്. അത് അവർ ഓപ്പണായിട്ട് പലതും പറഞ്ഞു. ഈ ശാരികയോ ആരോ വന്നിട്ട് ശൈത്യയോട് പറഞ്ഞു, നിങ്ങൾ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു, പക്ഷേ ഇവിടുത്തെ പൊളിറ്റിക്സ്, അതാണ് കാര്യം. അതെ, പൊളിറ്റിക്സ് അനീഷിനെ അവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് അനീഷിനെ
ഒറ്റപ്പെടുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, അനീഷിന് ഹൗസിനകത്ത് തന്നെ കുറച്ച് ആൾക്കാരുടെ മൈൻഡിൽ അനീഷ് സ്ഥാനം പിടിച്ചു. അനുമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അനീഷിന്റെ, അവരൊക്കെ മൈൻഡ് മാറി തുടങ്ങി. ഷൈത്തൊക്കെ അനീഷിന്റെ അടുത്ത് ഓപ്പണായി പറഞ്ഞു, ചേട്ടനാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഗെയിമർ. അത് ലൈവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഗെയിമർ ചേട്ടനാണ്. ഇവരൊക്കെ ചുമ്മാ പറയുന്നതാണ്, ചേട്ടനാണ് സൂപ്പർ, എനിക്ക് തെറ്റുപതിയാണ്, ചേട്ടനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ പലരും അനീഷിന്റെ മാനസികമായിട്ട് അടുത്തോടെ. അത് നമ്മൾ ഈ വെറുത്ത് കുട്ടിച്ചക്കൻ്റെ അടുത്ത് മറ്റേ വെറുപ്പിന്റെ അവസാനം ഇഷ്ടമെന്ന് പറയില്ല, ആ ഒരു സംഭവമാണ് ഇപ്പൊ അനീഷിനോടത്തോട്ട് പലർക്കും വന്നതാണ്. എങ്കിലും കട്ടയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ശരത്തും അഭിലാഷും അക്ബറും ഷാനവാസും ഒക്കെ ഉണ്ട് അനീഷിനെ വെറുത്ത് നല്ല കട്ടയ്ക്ക് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എതിർത്ത് എന്തുണ്ടെങ്കിലും അവൻ്റെ അനീഷിൻ്റെ അടുത്ത് ഉടയിക്കൊണ്ടിരിക്കുന്ന ടീംസാണ് ഇവരൊക്കെ. പക്ഷേ ഈ ഒരു സംഭവം അനീഷിനെ ഒറ്റപ്പെടുത്തി അനീഷ് മാനസികമായിട്ട് തകർന്നു. എന്നിട്ട് അനീഷ് പറഞ്ഞ്, പക്ഷേ ഞാൻ തോക്കില്ല, ഞാൻ തിരിച്ചു വരും, എന്നെ അങ്ങനെ ഇവിടുന്ന് പുറത്താക്കുന്ന ആരും വിചാരിക്കണ്ട. ആ പുള്ളിക്കാരൻ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ലെവലിൽ ഏറ്റവും ലോയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ലെവലിൽ നിൽക്കുന്ന ആൾക്ക് അത്രയും കോൺഫിഡൻസ് വന്നു വെച്ചാൽ പുള്ളിക്കാരൻ ഇനി എന്തോ ടാസ്ക് ഉണ്ട്. അപ്പോൾ അടുത്ത ടാസ്ക് വന്നപ്പം ഇത് ഹെൽപ്പേഴ്സ് അല്ല, ആരൊക്കെയാണോ വന്നിട്ടുള്ളത് അവരാണ് മത്സരിക്കേണ്ടത്, അതായിരുന്നു ചെയ്യേണ്ടത്. അത് ഓക്കെ, നല്ല രീതിയിൽ ബിഗ് ബോസ് അവസാനമെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത് വളരെ നന്നായി. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ എത്രത്തോളം പെർഫോം ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അവർ കാരണം നമുക്ക് മാർക്ക് കുറഞ്ഞ അല്ലെങ്കിൽ പോയിന്റ് കുറഞ്ഞത്. അപ്പോൾ നമ്മൾ പുറത്താവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാർക്ക് റൂമിലൊക്കെ പോവേണ്ടി വന്നത് ഇവർ കാരണമെന്നുള്ള ചിന്ത പെർഫോം ചെയ്ത് അവർക്കും ഉണ്ടാവും, ഈ പോകുന്ന ആൾക്കും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ അവർക്ക് പെർഫോം ചെയ്യാൻ അവസരം കൊടുത്തു. അതെ, അവിടെയാണ് അവരവിടെ കഴിവ് തെളിയിക്കേണ്ടത്. ആ ഒരു കൊടുക്കുമ്പോൾ നമുക്കറിയാം രേണു സുധിയൊക്കെ എത്രത്തോളം അധപ്പതിച്ച ഒരു പ്ലെയറാണ്. കാരണം ഒരു ജസ്റ്റ് ഒരു റണ്ണിങ് പോലെയാണ്. ഒരു കുറച്ച് ദൂരത്തിൽ ഇവരെ നിൽക്കുന്നു, 6 പേര് മത്സരത്തിൽ നിൽക്കുന്നു. അവിടെ ഒരു ബസർ വെച്ചിട്ട് ഒരു ബട്ടൺ, അതായത് ഒരു ഗ്രീൻ ബസർ വെച്ചിട്ടുണ്ട്. അത് പോയി പ്രസ് ചെയ്യുന്നവർക്ക് ഈ മത്സരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ മത്സരം. 6 പേർക്കും ഒരേ ഡിസ്റ്റൻസിൽ അവർ എല്ലാം സെറ്റാക്കി നിർത്തി കൊടുക്കുന്നു. അപ്പോൾ അവിടെ പോയി ആ ബട്ടൺ പ്രസ് ചെയ്യണം. അത് ബസർ അടിക്കുമ്പോൾ ആരാണോ ആദ്യമായി അത് ചെയ്യണം. അത് നിൽക്കുന്ന ഒരു ഭാവന. അനീഷ് കറക്റ്റ് ഒരു മാരത്തോണിന് ഒരാൾ നിൽക്കുന്നതല്ല, ഐ മീൻ മാരത്തോൺ അല്ലാതെങ്കിലും മത്സരിക്കാൻ നിൽക്കുന്ന ഒരാളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ ഒന്ന് വാമപ്പൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും എന്തോ പിടിക്കും. പിന്നെ ഷാരി അത്യാവശ്യം നല്ല രീതിയിൽ ഓടാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഷാരി അത്യാവശ്യം ഓടുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഓടിയെത്തിയത് അനീഷാണ്. ആദ്യത്തിൽ 2 റൗണ്ടാണ്, 2 അനീഷാണ് ഓടിയെത്തിയത്. രേണു സുധിയൊക്കെ എന്തിനു നിൽക്കുന്നതെന്ന് തന്നെ അറിയത്തില്ല. പലരും പറഞ്ഞു ഒന്ന് ഓടാൻ കണക്കാക്കി നിൽക്കുന്നു, എന്തോ ഇനി കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് ഇനി ഇവിടെ കൊണ്ടെത്താ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അത്രയും ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്ലെയറാണ്. എന്തിനാണ് ഇവരെയൊക്കെ അവിടെ ഇട്ടിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. ബിഗ് ബോസ് ചാനലിലെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ഇതൊക്കെ വേസ്റ്റ് ആണെന്നുള്ള കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും അറിയാം. പിന്നെ ഒരുപാട് പേര് രേണു സുധി പറഞ്ഞ് കമൻറ്റ് ഇടും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നുണ്ടായിരിക്കും. അവിടെ ഒരു ഗെയിമർ ആണെങ്കിൽ ഗെയിമറിനെ നിങ്ങൾ പോയിന്റ് കൊടുക്കണം. അക്ബറൊക്കെ നല്ലൊരു ഗെയിമറാണ്, ഷാനവാസ് ഓക്കെയാണ്, അതുപോലെ കുറേ ഗെയിമറുണ്ട്. ആര്യൻ ഗെയിമർ എന്ന നിലയിൽ ഓക്കെയാണ്. പക്ഷേ അല്ലാതെ ഒരു ഹ്യൂമാനിറ്റി നോക്കണ വേറെ ഒരു അലവലാതി എന്ന് വേണമെങ്കിൽ പറയും. ഇവനൊരു ഞരമ്പനെ കിടക്കണം. കാരണം നമ്മൾ ഈ സ്കൂളിലൊക്കെ കാണുമ്പോൾ മാറി ഇരുന്ന് പരദൂഷണം പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് കുറച്ച് കൂട്ട് 2 പേരെ കൂട്ടുന്ന അപ്പുറത്തിന് പെൺപിള്ളേരെ കുറിച്ച് കമൻറ്റ് പറയുക, അങ്ങനെയുള്ള കുറേ ഒരു വൃത്തികെട്ട ഒരു സ്വഭാവമുള്ള ഒരു പുള്ളിയാണ് ഈ ആര്യൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ എന്നിട്ട് അവന് തന്നെ പറയണം, നമ്മൾ ഈ പറയണൊക്കെ അവർ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ സൗണ്ടായിരിക്കും നമ്മൾ ഓഡിയോ കേൾക്കുന്നത്, നമ്മുടെ ലൈവിൽ കേൾക്കുന്നത്. കാരണം എല്ലാവരുടെ അടുത്തും മൈക്കുണ്ട്. അപ്പോൾ ആരുടെ ഓഡിയോ ആണെങ്കിലും ബിഗ് ബോസിന് ഔട്ട് വിടാൻ പറ്റും. അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ഇവർക്കൊരു കോണ്ടന്റ് ആയിട്ട് തോന്നുന്ന ആ ഒരു കാര്യങ്ങളായിരിക്കും ഇവർ ഔട്ട് വിടുന്നത്. അപ്പോൾ ആര്യനൊക്കെ പറയുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നതൊക്കെ പുറത്ത് കേൾക്കാൻ പറ്റും, വളരെ പതുക്കെയാണ് പറയുന്നത്, അവൻ്റെ വായിക്കകത്താണ് മൈക്ക് കൊണ്ട് വെച്ചേക്കണം, പിന്നെ എത്ര പതുക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പം അല്ലെങ്കിൽ തന്നെ മുൻപത്തെ ഷോയൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും ഇവരൊക്കെ. ബിഗ് ബോസ് ആദ്യമായിട്ട് ഇവർ ജനിച്ച് വീണ് നേരെ ബിഗ് ബോസിനകത്തല്ല പൊട്ടി മുളച്ചത്. അപ്പം ഇവർക്കൊക്കെ അറിയാം പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റുന്നു. എങ്കിലും എന്നിട്ട് പോലും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ഒരു ഷോ എന്ന് പറയുന്നത്. നിങ്ങളുടെ സകല ഉടായ്പകളും വെളിയിൽ വരുന്ന ഒരു ഷോയാണ്. ആരായാലും നമ്മൾ ഈ പറഞ്ഞ വെളിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറയണൊക്കെ ഈസിയാണ്. പക്ഷേ ഇങ്ങനൊരു സ്ഥലത്ത് പോയി നമ്മളൊരു ഫേക്കായിട്ട് നിൽക്കുക എന്നുള്ള അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും കുറേ ബോധമുള്ളവർ കുറേ എന്ന് വെച്ചാൽ ഫേക്കായിട്ടൊക്കെ നിന്ന് കളിക്കാൻ അനുമുളക് ആ രീതിയിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. പലതിരി എപ്പോഴും ക്യാമറയ്ക്ക് വേണ്ടി രേണു സുധിയൊക്കെ ക്യാമറയെ കാണിക്കാൻ വേണ്ടി അവിടെ ഇമോഷണൽ ആവുകയും ഭയങ്കര ഇമോഷണൽ ഡ്രാമയൊക്കെ കാണിക്കുന്ന ടീംസാണ്. എനിവേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് അനീഷ് ആ ടാസ്കിൽ വിജയിച്ചു. 2 ഇതിലും വിജയിച്ചിട്ട് ഏറ്റവും 1ാം സ്ഥാനത്ത് അനീഷ് കയറി. അപ്പോൾ ഏറ്റവും താഴെ നിന്ന് ആ പുള്ളിക്കാരൻ ഏറ്റവും ടോപ്പിലെത്തി. അതായത് ആ ഒരു ഗെയിം കൂടെ ഉള്ളു, ആ ലാസ്റ്റ് ഗെയിമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ പുള്ളിക്കാരൻ നേരെ ഡാർക്ക് റൂമിലാണ്. പക്ഷെ അവിടെ പുള്ളി തിരിച്ചു കയറി. അതാണ് പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ. പിന്നെ അവിടെ പുള്ളി നല്ല രീതിയിൽ ഒനീലിനൊരു പണി കൊടുത്തു. അതായത് ഒനീലാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പെർഫോമൻസ് ടാസ്കിൽ ഏറ്റവും കൂടുതൽ അനീഷിൻ്റെ ടീമിനെ താഴ്ത്താൻ നിന്നാൽ ഫ്രണ്ടിൽ നിന്നത് ഒനീലാണ്. ഒനീലിൽ നിന്നിട്ടാണ് ബാക്കി എല്ലാവരെയും ഇതൊക്കെ പറഞ്ഞത്. ഇവിടെ ഈ ഒരു ടാസ്ക് വന്നപ്പോൾ ഒനീലിൻ്റെ കോയിൻസ് ആണ്
അനീഷ് എടുത്തത്. അങ്ങനെ ഒനീലിൻ്റെ പോയിന്റ് ടോപ്പിൽ നിന്ന് ഒനീൽ ഡൗൺ ആവുകയും ഡൗണിൽ നിന്ന് അനീഷ് കയറുകയും ചെയ്തത്. അത് അനീഷിൻ്റെ പെർഫോമൻസും ഇൻ്റലിജൻസുള്ള ആ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് അനീഷ് നേടിയെടുത്തത്. അങ്ങനെ ശാരിക KB ആൻഡ് ഒനീൽ ഇവർ രണ്ടുപേരും ഡാർക്ക് റൂമിൽ പോയി. ഇവർ രണ്ടുപേരും പ്രധാന വാതിൽ കൂടി പുറത്ത് വരിക എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ചെല്ലുക എന്ന് പറഞ്ഞു. എല്ലാവരും യാത്ര പറഞ്ഞ് ഇവർ രണ്ടുപേരും പോയി. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നും ബിഗ് ബോസ് കാണിക്കുന്നില്ല. അതിനു മുന്നേ ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു. അതായത് ഗെയിം തീരുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു, ശാരിക ഒനീൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, അതിനുള്ള വകുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഇവർ എവിടെയോട്ടാണ് ഇവർ പോയെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു പിടിയുമില്ല. അപ്പോൾ ഇവരെന്തായാലും എങ്ങനെയാണ് ഇനി ഇവർ നിൽക്കുന്നത്, എന്തായാലും ഇവർ എവിക്റ്റ് ആയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇവർ അകത്തെവിടെയുണ്ട്, ഒരു സീക്രട്ട് റൂമിലായിരിക്കാം. ഇവർ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും പിടിയില്ല. അത് ഇനി ബിഗ് ബോസ് റിവീൽ ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ശാരിക ഗെയിമിൻ്റെ ഭാഗമായിട്ടും വീണ് ഷോൾഡറിൽ കുറച്ച് ചെറിയൊരു പരിക്ക് പറ്റി, ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞിട്ട് പെയിനൊക്കെ ആണെന്ന് പറഞ്ഞ് മെഡിക്കൽ ഹെൽപ്പൊക്കെ വേണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പുറത്ത് വരുമ്പം ആ മെഡിക്കൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ബിഗ് ബോസ് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സംഭവങ്ങൾ. പിന്നെ ഈ ലൈഫ് സ്റ്റോറി പറയുന്ന സംഭവങ്ങളിൽ ബിൻസിയും നമ്മുടെ RJ ബിൻസിയും അതുപോലെ ആദില നൂറിയിലെ ആദിലയും വന്ന് അവരുടെ ലൈഫ് സ്റ്റോറീസൊക്കെ പറഞ്ഞു. ബിൻസി കുറേയൊക്കെ മോശമായിട്ട് സംസാരിച്ചു. പിന്നെ പുള്ളിക്കാരുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ വന്നിട്ട് പുള്ളിക്കാരുടെയും എങ്ങനെയാണ് ന്യൂറെ കണ്ടതും പരിചയപ്പെട്ടതും. അപ്പോൾ അവർ ഒരു ലെസ്ബിയൻ കപ്പിളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഇതിൽ പുള്ളിക്കാരിയുടെ ആ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇന്ന് ബിഗ് ബോസിൽ കാര്യമായിട്ട് നടന്നത്. പിന്നെ എല്ലാവരും ഈ അനുമോള് ഇപ്പം അനീഷിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നമ്മുടെ ശരത്തിനൊക്കെ ഭയങ്കര നിരാശ ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യം ഇപ്പം അനുമോളെടുത്ത് ഒരാളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് അവരോടുള്ള അപ്രോച്ചൊക്കെ മാറുന്നുണ്ട്. അപ്പം അനീഷാണ് അവിടെ നല്ലൊരു മികച്ച ഗെയിമറായിട്ട് നിൽക്കുന്നത്. അനീഷ് മാത്രമല്ല, വേറെ ഒരുപാട് ഒരു ഗെയിമർ എന്ന നിലയിൽ ജിസേലും നമ്മുടെ ആര്യനും ഒക്കെ നല്ല ഗെയിമേഴ്സാണ്. അപ്പോൾ അനീഷ് മൊത്തത്തിലൊരു സ്ക്രീൻ സ്പേസ് അനീഷ് അവിടെ നേടിയെടുക്കുന്നുണ്ട്. അത് പുള്ളിയുടെ ഒറ്റയ്ക്കാണ്. പിന്നെ ഒരു കാര്യം വാദിച്ച് നേടുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. അത് പുള്ളി അത്രയ്ക്ക് മെൻ്റൽ പവർ ഉള്ളവർക്ക്, നമ്മളായാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വാദിക്കുമ്പോൾ ബാക്കി ഒരു 10 പേര് എതിർക്കുമ്പോൾ നമ്മളത് വിട്ടുകൊടുക്കും. പുള്ളിക്ക് അങ്ങനെ ഒരു മനോഭാവമല്ല. പുള്ളി വാദിച്ച കാര്യം പുള്ളിക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു വിൽ പവർ ഉള്ളൊരു മനുഷ്യനാണ് അനീഷ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും അനീഷിനെ ഇങ്ങനെ ഇത്രയും പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന സംഭവമായിരുന്നു പുള്ളിക്കാരൻ്റെ ഈ ആറ്റിറ്റ്യൂഡും. വന്ന് കയറിയ സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ വരുമ്പം മൈൻഡ് ചെയ്യാതൊക്കെ നിൽക്കുന്ന ഒരു സമയം, അതായത് ആദ്യം ഹൗസിനെത്തിയ സമയത്ത് പുറകെ വരുന്ന ആൾക്കാരെയൊക്കെ അറിയാത്ത അതിൽ മൈൻഡ് ചെയ്യാത്ത ലക്കനത്തോട് നിന്നപ്പോൾ ഞാൻ വെച്ച് എന്താ ഒരു പൊളൈറ്റായിട്ട് നിൽക്കാത്തെന്താ. അപ്പോൾ പുള്ളി അവിടെ മത്സരിക്കാനാണ്, പുള്ളിയുടെ സ്ട്രാറ്റജി ആയിരുന്നു കറക്റ്റ്. പുള്ളി ആരും മുമ്പിൽ തലവനിക്കേണ്ട, അവിടെ എല്ലാവരും തുല്യരാണ്. അവിടെ സെലിബ്രിറ്റി ആണോ, യൂട്യൂബർ ആണോ, ഡാൻസർ ആണോ, ഇതൊന്നും അവിടെ നോക്കേണ്ട യാതൊരു കാര്യമില്ല. സോ നല്ലൊരു ഗെയിമറായിട്ട് നല്ല മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്ത് വന്നൊരു പ്ലെയറാണ്. 100 ദിവസം അവിടെ ഉണ്ടാവും. എന്തായാലും നമുക്ക് വരും എപ്പിസോഡുകളിലും കാണാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.